ഗൈസ്, ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞു ബേബിക്ക് വരാൻ പോകുന്ന കുഞ്ഞു ബേബിക്ക് എടുത്തു വെക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക ഹോസ്പിറ്റലും ദുബായിലുള്ള അല്ലെങ്കിൽ UAE ഒട്ടുമിക്ക ഹോസ്പിറ്റൽസിലും കുഞ്ഞിന് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിലുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതേടാ, അല്ലി നല്ല ഉറക്കമായിരുന്നു, ഇപ്പം എണീറ്റു കേട്ടോ. അല്ലി കിടന്നു, അമ്മ വീഡിയോ എടുക്കട്ടെ. ഒരു ഹായ് പറഞ്ഞേരെ. ഓക്കെ, ബായ് എന്ന് പറഞ്ഞേരെ. എന്തോ അതേലോ ആൻ്റെയിലോ. എന്നാ അവിടെ ഇരുന്നോ, വെള്ളം കുടിച്ചോ. അമ്മ ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ അമ്മയുടെ അടുത്തിരുന്നോ, ഇവിടെ ഇരുന്നോ, ബാ ഇവിടെ വാ. കുഞ്ഞു ബേബിക്കല്ല, അത് അമ്മയ്ക്കും അല്ലിക്കും. ഓക്കെ, അവിടെ വെച്ച് തന്നു കഴിഞ്ഞാൽ അല്ലി മിണ്ടൂലേ? നമുക്ക് കുഞ്ഞു ബേബിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. സമ്മതിക്കോ വീഡിയോ എടുക്കാൻ? അമ്മ ഹോസ്പിറ്റലിൽ ഇപ്പൊ പോവില്ല. അമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പം കുഞ്ഞു ബേബിക്കും അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ? എന്നിട്ട് കുഞ്ഞു ബേബിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരണ്ടേ? അയ്യോ, അല്ലക്ക് ഇഷ്ടമാണോ കുഞ്ഞു ബേബിനെ? ഓക്കേ, അപ്പൊ നമുക്ക് കുഞ്ഞു ബേബിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോ കുഞ്ഞു ബേബിക്ക് ഇടാനുള്ള ഉടുപ്പൊക്കെ എടുത്ത് വെക്കണ്ടേ? അതുകൊണ്ട് അമ്മച്ചിന് വീട്ടിൽ പോണ്ടേ? പോണം. അതിന് പെറ്റിയിട്ടിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇത് നമ്മള് ബേബിയുടെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ ആയിട്ട്, ബേബിയുടെ ബാഗ് എന്നുള്ള രീതിയിൽ എടുത്തു വെക്കാനായിട്ട് നമ്മൾ മേടിച്ചേക്കുന്ന ഒരു ബാഗാണ്. അയ്യോതാ, ഇത് കുഞ്ഞു ബേബിയുടെ മല്ലിയുടെ സാധനങ്ങൾ വെക്കാനുള്ള ബാഗാണ് കേട്ടോ. ഓക്കേ, ഇനി സംസാരിക്കാം. ഓ ശരി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബാഗ്. അപ്പോൾ ഈ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഹഗിൻ്റെ ഒരു ബാഗാണ്. പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. ഒരുപാട് കള്ളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ച് എന്താ പറയുക, ടിഷ്യൂസ് വെക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും അടുത്തടുത്ത് വെക്കാനായിട്ടുള്ള എല്ലാത്തിനും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണിത്. അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മൾ കുഞ്ഞു ബേബിക്ക് വേണ്ടി ഫസ്റ്റ് മേടിച്ച ബാഗ് ഇതാ അല്ലേ? അപ്പോൾ ഇതാണ്. ഓ ശരി, അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്ന ബാഗ് അല്ലേ? ഈ ബാഗിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കാൻ പോകുന്നത്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാ സംഭവങ്ങളും ഹോസ്പിറ്റൽസ് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഒരു ഫ്യൂ ഡേയ്സിനുള്ള സാധനങ്ങൾ, കുഞ്ഞിനുള്ള എല്ലാ സാധനങ്ങളും, പാമ്പേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്നാലും ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡുകളായിരിക്കും താല്പര്യം. ഞാൻ പറയട്ടെ, അമ്മ മിണ്ടരുതേ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ന്യൂ ബോൺ ബേബീസിനുള്ള ഒരു ഡയപ്പർ ബാഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഒരു വാട്ടർ വൈപ്സ് ആണ്. ഇത് 99% വാട്ടറാണ്, ഇതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്ത് വെക്കുന്നുണ്ട്, ഒരു പാക്കറ്റ്. ആക്ച്വലി ഇതൊന്നും ഞാൻ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഹോസ്പിറ്റൽസിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇൻ കേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, കഴിഞ്ഞ അല്ലിയുടെ ഡെലിവറിക്ക് ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിലല്ല ഈ ഒരു ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്കറിയില്ല അവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് അവർ പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് പോയി ഒന്നും മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം അതെടുത്ത് വെച്ചത്. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേബീനെ ഫസ്റ്റ് ഇടിയിക്കുന്ന ഡ്രസ്സുണ്ടല്ലോ, അതും പിന്നെ റാപ്പും എല്ലാം കൂടെ വെച്ചിട്ട് ഉള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാനത് ഇതിലേക്ക് വെക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ തൽക്കാലം എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് ബേബിയുടെ ജെൻഡർ അറിയത്തില്ല, അപ്പം എല്ലാവർക്കും ഇടാൻ പറ്റുന്ന, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇടാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബേബിയുടെ മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ബേബീനെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൂക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്യുവർ കോട്ടൻ്റെ ഒരു തുണി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കുഞ്ഞിനുള്ള ഇതെന്താ ഇത് അല്ലിക്ക് വേണ്ടി അമ്മച്ചിന് വേണ്ടി ഇതാണ്. അതെയോ? അമ്മ ഇത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഞങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഹായ്, കുഞ്ഞ് ക്യാപ്പൊക്കെ. കുഞ്ഞു ബേബിക്ക് അല്ലി മേടിച്ചു കൊടുത്ത ക്യാപ്പാട്ടോ ഇത്. പച്ച അല്ലിക്കല്ല, കുഞ്ഞു ബേബിക്കാണേ. അതെയോ? അല്ലിക്ക് വേണ്ടി അമ്മ അച്ഛൻ മേടിച്ചല്ലോ. അല്ലിക്ക് വേണ്ടി അമ്മ അച്ഛൻ മേടിച്ചു, കുഞ്ഞു ബേബിക്ക് വേണ്ടി അല്ലി മേടിച്ചു അല്ലേ? അമ്മ കാണിച്ചോളാം. അപ്പൊ അങ്ങനത്തെ ഒരു 2-3 പേരെ അമ്മ പറയട്ടെ. അപ്പൊ അതേപോലെ ഞങ്ങളൊരു 2-3 ജോഡി ക്യാപ്പും പിന്നെ സോക്സും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഒരു 3 ജോഡി വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ എടുത്തു വെച്ചേക്കുന്ന കുഞ്ഞിന് റാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബേബി റാപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ തന്നെ ഒരു 3-4 എണ്ണം കൂടെ ഞാൻ എടുത്ത് വെക്കും കേട്ടോ. അപ്പം നമുക്ക് 2-3 ദിവസത്തെ സ്റ്റേ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും, കുഞ്ഞിനത് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും റാപ്പ് ചെയ്താണ് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ഇരുത്തുള്ളൂ. അപ്പോൾ അതൊന്നും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല. അവർ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്ന ബ്രസ്റ്റ് മിൽക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അവർ ഫോർമുലാസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ എന്താ പറയുക, ബോട്ടിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും, ഡിസ്പോസ് ചെയ്ത് കളയാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടിൽസ്. അതെ, എന്തായാലും ഞങ്ങളൊരു 2 ബോട്ടിലും അതിൻ്റെ കൂടെ ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്തിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് വെക്കുവാണ്. അല്ലിക്കല്ല, കുഞ്ഞു ബേബിക്ക്. അല്ലിയുടെ കുഞ്ഞു ബേബിക്കാ. ഓക്കെ, പോണ്ട, എവിടെ ഇരുന്നു. അപ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും തന്നെ അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ചെക്ക് ലിസ്റ്റിനകത്ത് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കരുതേണ്ട കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് വാട്ടറും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ നമുക്ക് കിട്ടും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പമ്പും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് വേണമെന്ന് തോന്നുന്നില്ല. ഒരു ഫസ്റ്റ് 3 days ഒന്നും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇൻ കേസ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എടുത്ത് വെക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തില്ലേ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അമ്മ പറയുന്ന പോലെ പറയണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
അച്ഛ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് അല്ല പറ, സബ്സ്ക്രൈബ് ചെയ്യണം. തട്ടായിടണം. എന്ത് ചെയ്യണം? അമ്മനെ തട്ടായിടണം. അമ്മേനെ സബ്സ്ക്രൈബ് ചെയ്യണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അപ്പൊ അല്ലി 20 ബേബി ഒപ്പിച്ചിന് കാണാം. ഓക്കെ, അല്ലല്ലോ അല്ലല്ലോ അല്ലി ചേച്ചി ലെറ്റല്ലോ ഒന്ന് എന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പോവാ. അതെ അതെ, അപ്പൊ പോവാം. പോയെ അപ്പൊ പോവാം. അപ്പൊ പോവാ. ഓക്കെ, അപ്പൊ ബൈ. അപ്പൊ ബൈ. ടാറ്റാ. ടാറ്റാ.